Hi guys, welcome to my channel. എൻ്റെ ചാനലിൻ്റെ പേരാണ് വൈഷ്രാജ്. അതുകൊണ്ട് ഈ പേര് വന്നതെന്ന് പറഞ്ഞാൽ വൈഷ്ണവി രാജേന്ദ്രൻ എന്നാണ് എൻ്റെ ഒറിജിനൽ പേര്. അപ്പോൾ അത് ഷോർട്ടാക്കി വൈഷ്രാജ് കൊടുത്തത്. പിന്നെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിക്കുന്ന പേരും കൂടെ, അതുകൊണ്ട് കാഷ്വലി ആ പേര് അങ്ങ് ഇട്ടതാണ് എൻ്റെ ചാനലിൽ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് ബെൽ ബട്ടൺ താഴെയുള്ള സബ്സ്ക്രിപ്ഷനെ കൊടുത്തിട്ട് ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം. അപ്പം ഓൾ വരും. ഓളും ക്ലിക്ക് ചെയ്താൽ എപ്പോഴും ഞാൻ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്നാലേ എനിക്കത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പം ഡു സപ്പോർട്ട് മീ. ഞാൻ എൻ്റെ വീഡിയോസ് ഇടുന്നത് ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിരിക്കും. അപ്പം ഇന്നിട്ട മറ്റന്നാൾ ഇടത്തുള്ളൂ. അപ്പം 6 PM ആണ് കറക്റ്റ് ഞാൻ ഇടുന്ന സമയം. അപ്പം നിങ്ങൾ അത് അനുസരിച്ച് കണ്ടാൽ മതി. വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിൾ ബേസിക് ആയിട്ട് ഐലൈനർ ട്യൂട്ടോറിയലാണ് കാണിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും, പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുന്ന ട്യൂട്ടോറിയലാണ്. ഞാൻ എപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്ന ഐലൈനർ, എങ്ങനെയാണ് ഐലൈനർ വരയ്ക്കുന്നത്, അങ്ങനെ ആ രീതിയൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. 2 രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നതെന്ന്. അപ്പം ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ഐലൈനർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ആദ്യം ഞാൻ ഈ ഡാസ്ലർ എല്ലാവരുടെ കയ്യിലുള്ള ഏത് ഐലൈനർ വെച്ചും ഇത് ചെയ്യാൻ പറ്റും. മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ മാത്രമാണ്. കാജൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള ഡാസ്ലറിൻ്റെ ഐലൈനർ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് ആയാലും ജെല്ലായാലും കാജലായാലും ഈ ട്യൂട്ടോറിയലിൽ, പെൻ ഐലൈനേഴ്സ് ആയാലും ഈ ട്യൂട്ടോറിയലിൽ യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ 2 വാട്ടർ ലൈൻസ്, താഴത്തെയും മുകളിലത്തെയും 2 വാട്ടർ ലൈൻസും കൂടെ ജോയിൻ ചെയ്യുന്നിടത്ത് ഒരു വര വരയ്ക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് വരയ്ക്കണം. ഇവിടെ നമ്മുടെ പിരികം എൻഡ് ചെയ്യുന്നവരെ വരയ്ക്കാൻ നോക്കണം. ഇത് ഇവിടെ വരെ കൊണ്ട് എത്തിക്കണം, നമ്മുടെ പിരികത്തിൻ്റെ താഴെ വരെ. അപ്പോഴാണ് നമുക്ക് നല്ലൊരു, നമ്മുടെ കണ്ണ് കുഞ്ഞായാലും, എൻ്റെ കണ്ണ് ഭയങ്കര കുഞ്ഞു കണ്ണാണ്, അതുപോലെ ഭയങ്കര ഡ്രൗസി ആയിട്ടുള്ള കണ്ണാണ്, എന്നിട്ട് ഉറക്കം തൂങ്ങി നിൽക്കുന്ന കണ്ണാണ്. അപ്പോൾ അത് വിടർത്താൻ വേണ്ടി ഞാൻ, എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ട്രിക്കാണ്, നല്ല നീണ്ട് വരയ്ക്കണം. അപ്പോഴത്തേക്ക് കണ്ണ് നീളമായിട്ട് തോന്നും. അതേപോലെ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് തിക്നെസ് കൂട്ടാൻ വേണ്ടിയാണ്. അത് ജസ്റ്റ് സൈഡിൽ മാത്രം, ഈ കോർണറിലുള്ള സൈഡിൽ മാത്രം ആണ് ഞാൻ തിക്നെസ് കൂട്ടാൻ ശ്രമിക്കുന്നത്, അല്ലാതെ ഫുള്ളായിട്ട് കൂട്ടുന്നില്ല. നോർമലി യൂസ് ചെയ്യുന്ന പോലെ, നമ്മൾ വരയ്ക്കുന്ന പോലെ ഐലൈനർ അല്ല ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് മെയിൻലി നമുക്ക് കുർത്തീസും ജീൻസിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും ഈ ഐലൈനർ വരയ്ക്കുന്ന രീതി ചേരുന്നത്. ഈ നടുക്കത്തെ, നമ്മുടെ കണ്ണിൻ്റെ നടുക്കത്തെ ഭാഗം തൊട്ട് ചെറുതായിട്ട് വരച്ചു തുടങ്ങി ഇത് ജോയിൻ ചെയ്യണം, എന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതാണ് ഫസ്റ്റ് ഒരു ഐലൈനർ. ഈ രീതി നമുക്ക് നമ്മുടെ ജീൻസിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും കൂടുതൽ മാച്ചായിട്ട് പോകുന്നത്. കുറച്ച് ലെങ്തായിട്ട് നമ്മുടെ ഐ തോന്നിക്കും, അതുപോലെ ഇച്ചിരിയും കൂടെ വിടർന്ന് തോന്നിക്കും. നോർമലി ഉള്ള ഐസിനെ കാട്ടി ഇച്ചിരി കൂടെ വിടർന്ന് തോന്നിക്കും. ഞാൻ ഈ കണ്ണും കൂടെ എഴുതിയിട്ട് വന്നിട്ട് ലാസ്റ്റ് കാണിക്കാം. ആയിട്ട് നമ്മുടെ ലുക്ക് വരുന്നത്
രണ്ട് കണ്ണും കൂടെ എഴുതിയിട്ട് ഉള്ള ലുക്കാണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. വലിയ നമുക്ക് അറിവൊന്നും വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് നമ്മുടെ രണ്ട് വാട്ടർ ലൈൻസും കൂടെ മുട്ടുന്നിടത്തുനിന്ന് ഒരു ജസ്റ്റ് മുകളിലോട്ടൊരു വര വരച്ചിട്ട് ഈ നമ്മുടെ പിരികത്തിൻ്റെ അവിടെ നിന്ന് ഫില്ല് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി. നടുക്കൂന്ന് വേണം പക്ഷെ ഐലൈനർ വരയ്ക്കാൻ, ഫുള്ളി വരയ്ക്കല്, നടുക്കൂന്ന് വരച്ചാൽ മതി. സെക്കൻഡ് ലുക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് ലുക്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് അത് ബിൽഡപ്പ് ചെയ്ത് എടുത്താൽ മതി. അപ്പം ഈ ലുക്ക് നമുക്ക് കുർത്തീസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലുക്കാണ്. പിന്നെ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ടിപ്പെന്ന് പറഞ്ഞ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക്. നമ്മൾ ഐലൈനറൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം നമുക്ക് മിക്കവർക്കും കാണുന്നത് തന്നെ ആയിരിക്കും ഡാർക്ക് സർക്കിൾസ്, സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും മൊബൈൽ യൂസ്, രാത്രിയിലുള്ള മൊബൈൽ യൂസൊക്കെ കൊണ്ട് ഡാർക്ക് സർക്കിൾസ് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് കൺസീലർ വെച്ചിട്ട് നമ്മുടെ ഐസ് ഫുള്ളും കൺസീൽ ചെയ്തിട്ട് ഐലൈനർ യൂസ് ചെയ്താൽ ഇച്ചിരിയും കൂടെ നമ്മുടെ കണ്ണ് നല്ല ഉണർവായിട്ട് നിൽക്കും. എക്സ്പെഷ്യലി ഡ്രൗസി കണ്ണായിട്ടുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ ഡ്രൗസി കണ്ണാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ടിപ്പ് പറഞ്ഞത്. അപ്പം അടുത്ത ലുക്കിലോട്ട് പോകും. ലുക്കിന് നമുക്ക് ഈ എഡ്ജിൽ നിന്ന് നമ്മുടെ ഓപ്പോസിറ്റ് എഡ്ജില്ലേ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എഡ്ജല്ല, ഇപ്പുറത്തുനിന്ന് ഇന്നർ കോർണറിൽ നിന്ന് ആ വരച്ച ഇടം വരെ നമുക്ക് മുട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇന്നർ കോർണർ നമുക്ക് പോയിന്റഡ് ആയിട്ട് കൊടുക്കാം. താഴോട്ട് വരച്ചാൽ മതി. താഴോട്ട് അങ്ങനെ ഒരു ലൈൻ. ഇപ്പം കൂടുതലാണെന്ന് തോന്നിയ ഇങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ കൈ വെച്ച് തന്നെ അകത്തോട്ടാക്കി മായ്ച്ച് കളഞ്ഞാൽ മതി. പിന്നെ സൈഡിൽ ഇവിടെ വരച്ചില്ല നമ്മൾ, അതും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവിടെ വരച്ചു കൊടുക്കാം. ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് വേറെ ലുക്ക്. സൈഡും കൂടെ ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് വരാം. ഞാൻ എൻ്റെ രണ്ട് കണ്ണും ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം ഇത് നമുക്ക് കുർത്തയുടെ കൂടെ ജീൻസിൻ്റെ കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. മറ്റേതിനെക്കാട്ടിയും ചെറിയൊരു മോഡിഫിക്കേഷൻ മാത്രമേ ഞാൻ ഇതിൽ വരുത്തിയിട്ടുള്ളൂ. അതിൽ മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നടുക്ക് വരെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് താഴോട്ട് നമ്മുടെ ഇന്നർ കോർണർ വരെ സ്ലൈറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇന്നർ കോർണർ വന്നിട്ട് കുറച്ച് ഷാർപ്പൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ചെറുതായിട്ട് ഷാർപ്പൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴോട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലോട്ടും താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഐലൈനർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ജെൽ കാജലുണ്ടല്ലോ, ആ ജെൽ കാജൽ വെച്ച് ചെയ്യാം. അല്ലാതെ നമ്മുടെ കാജൽ വെച്ച് ഇത് ഷാർപ്പണായി വരുമെന്ന് തോന്നില്ല. നമ്മുടെ കോർണേഴ്സ് ഷാർപ്പണായി വരുമെന്ന് തോന്നില്ല. അല്ലാതെ നമുക്ക് മറ്റേ പെൻ ഐലൈനറൊക്കെ അതൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ലൈനർ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ബൈ ബൈ.